ഹായ്, സാഗര കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് 1 കപ്പ് പൈനാപ്പിൾ പാത്രത്തിലേക്ക് ഇട്ടു. 3 പച്ചമുളക് കീറിയതും ഇതിലേക്ക് ഇട്ടു. 1/2 സ്പൂൺ ഉപ്പും ഇതിലേക്ക് ഇട്ടു. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഇട്ടു. 1 ഗ്ലാസ് വെള്ളവും ഇതിലേക്ക് ഒഴിച്ച് ഇത് നന്നായിട്ട് തിളച്ച് ഇതിലേക്ക് 1 സ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പൈനാപ്പിൾ മധുരം കുറവാണ്, അതുകൊണ്ട് പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വേകുന്നത് വരെ അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങയാണ് ചിരകിയെടുത്തത്. അത് ഞാൻ കൊണ്ടുപോയി നന്നായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോഴേക്കും ഇത് വേകും. വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് വെള്ളം വറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടപ്പ് തുറന്ന് വെച്ച് വെള്ളം വറ്റുന്നത് വരെ വേവിക്കണം. ഇതൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്ന തേങ്ങ ഇതിലേക്ക് ഇടാം. തേങ്ങ ഞാനിതിലേക്ക് ഇടുകയാണ്. തേങ്ങ അരച്ചത് തൈര് ഞാൻ ഒരു കുഞ്ഞ് ഗ്ലാസ്സിന് നിറച്ച് തൈര് എടുത്തിട്ടുണ്ട്. തൈര് നല്ല അടിച്ചെടുത്തതാണ്. അതിതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് കൂടുതൽ തിളയ്ക്കാനൊന്നും ഇനി പാടില്ല. പിന്നെ ഇതിൽ കടുക് വറുത്തിട്ടാൽ മതി. ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞ കളറേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മഞ്ഞ കളർ വേണമെങ്കിൽ ചേർക്കാം. നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. ഇതിൽ കടുക് വറുക്കാൻ വേണ്ടി എണ്ണ 2 സ്പൂണ്, 1/2 സ്പൂണ് കടുക്, 3 വറ്റൽമുളക്, കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചി, 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് കടുക് വറുത്ത് 2 ഇതൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കടുക് വറുത്ത് ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പച്ചടി നല്ല ടേസ്റ്റായിരിക്കും. ഇതിൻ്റെ ടേസ്റ്റ് നോക്കി നിങ്ങൾക്ക് മധുരം ആവശ്യമാണെങ്കിൽ മാത്രം ഇടുക. എനിക്ക് മധുരം ഇടുന്ന ഇഷ്ടമായതുകൊണ്ടാണ് കുറച്ച് പഞ്ചസാര കൂടി ചേർത്തത്. പഞ്ചസാര ഇടാത്തവരും ഉണ്ടാവും. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം. എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.